സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഫാമിലി ഡോക്ടർ ഇന്ന് പറയുന്നത്. കൊച്ചി VPS ലേക്ക് ഷോർ ആശുപത്രിയിലെ കോസ്മെറ്റിക് സർജൻ ഡോക്ടർ ഹരി മേനോൻ സംസാരിക്കുന്നു. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ. കോസ്മെറ്റിക് സർജറി എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കിൽ തന്നെ സർജറി ഉണ്ട്. ഏത് സർജറിയും നമ്മൾ ഗൗരവത്തോടെ തന്നെ കാണണം. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം ഇത് ചെയ്യുന്ന ആൾക്കാരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ പരിചയം, എക്സ്പീരിയൻസ്, എവിടെ ചെയ്യുന്നു, അവിടുത്തെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതെന്തായാലും നോക്കണം. പിന്നെ ഈ സർജറിയെക്കുറിച്ചുള്ള നമ്മൾ പ്രോപ്പർ ഇൻഫർമേഷൻ നമുക്ക് നന്നായിട്ട് ഡോക്ടറിൽ നിന്ന് തന്നെ ലഭിക്കണം. എന്താണ് ശ്രദ്ധിക്കാനുള്ളത്, ഇതിനകത്ത് വരാവുന്ന കോംപ്ലിക്കേഷൻസ് എന്താണ്, അപകട സാധ്യതകൾ എന്തൊക്കെയാണ്, അതെല്ലാം നന്നായി പൂർണ്ണമായും മനസ്സിലാക്കിയിട്ട് വേണം സർജറി. ഏത് സർജറി പോലെ തന്നെയാണ് കോസ്മെറ്റിക് സർജറി. അപ്പോൾ അതിനായിട്ടുള്ള ഫുൾ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ കണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി റിസ്ക്കും ബെനിഫിറ്റും ഒക്കെ നോക്കിയിട്ട് വേണം ഇതിലേക്ക് പോകാനായിട്ട്. പോസ്റ്റ് ഓപ്പറേഷൻ ചെറിയ ലൈപ്പോസെക്ഷനൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് റിക്കവറി ആവും, കാര്യമായിട്ടൊന്നും നോക്കാനില്ല. വലിയ ലൈപ്പോസെക്ഷൻസ് ആണെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്യുക, മോണിറ്ററിംഗ് ഒക്കെ നോക്കി അതിൻ്റെ എല്ലാം വൈറ്റൽസ് എല്ലാം നല്ല സ്റ്റേബിളായി നടന്നൊക്കെ നോക്കി ഹെൽത്തി ആണെന്നൊക്കെയുള്ളൊരു ഫീലിംഗ്, കംഫർട്ടബിൾ ഫീലിംഗ് ആകുമ്പോൾ വീട്ടിൽ പോകാം. പോയതിന് ശേഷം നമുക്ക് നോർമൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം. ഒരുപാട് അധ്വാനമുള്ള ജോലികൾ അവോയ്ഡ് ചെയ്യുക, അങ്ങനെയുള്ളത് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. നോർമൽ ഫുഡ് കഴിക്കാം. പിന്നെ ഓപ്പറേഷൻ ശേഷം പലപ്പോഴും നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ബനിയൻ പോലത്തെ ഒരു ഇന്നർ വെസ്റ്റ് ഉണ്ടാവും, അത് യൂസ് ചെയ്യുക. അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് കാര്യങ്ങളാണ്. മെയിൻലി ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പ് പീരീഡിൽ നമ്മൾ ചില പാരാമീറ്റേഴ്സൊക്കെ മോണിറ്റർ ചെയ്യേണ്ടത്. അതെല്ലാം സാറ്റിസ്ഫാക്ടറി ആയതിനു ശേഷം മാത്രമാണ് ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ പാടുള്ളൂ. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ.